ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടരുന്നതിനിടയിൽ യൂറോപ്പിനെയും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെയും അമ്പരപ്പിച്ചുകൊണ്ട് റഷ്യയുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്ന ട്രംപ് ഉക്രൈൻ്റെ റഷ്യ പിടിച്ചെടുത്ത ഭാഗങ്ങൾ റഷ്യയ്ക്ക് തന്നെ നൽകിക്കൊണ്ട് സെലൻസ്കി മര്യാദയ്ക്ക് യുദ്ധം അവസാനിപ്പിച്ച് രക്ഷപ്പെടാൻ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. തന്നെയുമല്ല, ഉക്രൈനെ ഇതുവരെ അമേരിക്ക സഹായിച്ചതിന് പകരമായിട്ട് ഉക്രൈൻ്റെ ധാതു ലവണങ്ങളുടെ പകുതി അമേരിക്കയ്ക്ക് നൽകണം എന്നും ട്രംപ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ അമേരിക്കയുടെ സഹായത്തിനുള്ള കടം വീട്ടാൻ ധാതു ലവണങ്ങൾ കൊടുക്കാൻ സെലൻസ്കി ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. അതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അമേരിക്ക അത് പിടിച്ചു വാങ്ങുക തന്നെ ചെയ്യും എന്ന് സെലൻസ്കിക്ക് നന്നായി അറിയാം. അതിൻ്റെ കരാറിൽ ഒപ്പുവെക്കാനും ട്രംപിനെ നേരിൽ കണ്ട് റഷ്യയെ തോൽപ്പിക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കാനും കാല് പിടിക്കാനുമൊക്കെയായി അമേരിക്കയിലെത്തിയ സെലൻസ്കിയെ ട്രംപ് വയറ് നിറച്ച് ചീത്ത വിളിച്ചാണ് ഓടിച്ചത്. We're going to feel very good. We're going to feel very good and very strong. You'll feel influence. You're right now not in a very good position. അയാൾ കരഞ്ഞോ എന്ന് ചോദിച്ചാൽ പൊട്ടിക്കരഞ്ഞു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. You've allowed yourself to be in a very bad position, and it happens to be right about from the very beginning of the war. You're not in a good position. You don't have the cards right now. With us, you start having cards. Right now, you're playing cards. You're playing cards. You're gambling with the lives of millions of people. You're gambling with World War III. You're gambling with World War III. ദശലക്ഷക്കണക്കിനുള്ള ആളുകളുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള ചൂതാട്ടമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് ട്രംപ് സെലൻസ്കിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അതുമാത്രമല്ല, തൻ്റെ ഈ യുദ്ധം മൂന്നാം ലോകമഹായുദ്ധത്തിന് തന്നെ കാരണമാകുമെന്നും ട്രംപ് ഈ സെലൻസ്കിയോട് വാൺ ചെയ്യുകയാണ്. ഇവർ തമ്മിൽ ഏതാണ്ട് 45 മിനിറ്റോളമാണ് സംസാരിച്ചത്. അതിൽ അവസാനത്തെ 10 മിനിറ്റ് ഈ സെലൻസ്കിയും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും തമ്മിൽ രൂക്ഷമായ തർക്കമാണ് ഉണ്ടായത്. Pennsylvania and campaign for the opposition in October, offer some words of appreciation for the United States of America and the president who's trying to save your country. Please, you think that if you will speak very loudly about the war, you He's not speaking loudly. He's not speaking loudly. Your country. ഒരു കാർന്നോരിരുന്ന് വഴക്ക് പറയുന്നത് പോലെ സെലൻസ്കിയുടെ മുന്നിലിരുന്ന് ചൂടാകുന്ന ട്രംപിനെ ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. അതുതന്നെയല്ല, ഈ സെലൻസ്കിയോടുള്ള ദേഷ്യം ട്രംപിന് കുറേ ദിവസങ്ങളായിട്ടുണ്ട്. ഈ സെലൻസ്കി ഒരു തീവ്രവാദിയാണെന്ന് വരെയാണ് ട്രംപ് ഇയാളെ കുറ്റപ്പെടുത്തിയത്. ട്രംപ് അങ്ങനെയാണല്ലേ തന്നെ. അയാളുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം അയാളുടെ സ്ഥാനവും മറ്റെല്ലാം മറന്നുകൊണ്ട് വിളിച്ചു പറയും. പിന്നീടത് തിരുത്തുകയും ചെയ്യും. എന്നാൽ ഈ തീവ്രവാദി എന്ന് വിളിച്ചതിനെ പത്രക്കാർ പിന്നീട് ചോദ്യം ചെയ്തപ്പോൾ ട്രംപ് ചോദിച്ചത് ഞാൻ എപ്പോഴെങ്ങനെ പറഞ്ഞു എന്നാണ്. അത്രേ ഓർമ്മയായിക്കൊള്ളൂ. ശരിക്കും ഒരു സാധാരണക്കാരൻ്റെ ചിന്താബോധം മാത്രമേ അയാൾക്കുള്ളൂ. ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുക, പിന്നീട് അത് പിൻവലിക്കുക, അല്ലെങ്കിൽ ഓർമ്മയില്ല എന്ന് പറയുക. ഈ ഗസയുടെ കാര്യത്തിലും ഇസ്രായേലിൻ്റെ കാര്യത്തിലും ഒക്കെ നിലപാട് ഇത് തന്നെയാണ് ട്രംപിൻ്റെത്. എന്തെങ്കിലുമൊക്കെ പറയും, പിന്നീട് അയാൾ അത് വിട്ടുകളയും. അയാൾ ഈ സെലൻസ്കിയോട് പറയുന്നത് റഷ്യയുടെ കഴിവിനെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല. അവർ അതിശക്തമായ ഒരു രാഷ്ട്രമാണ്. അവരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ എൻ്റെ മുന്നിൽ ഇരുന്ന് നിലവിളിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സെലൻസ്കി അങ്ങോട്ട് തരം താഴ്ത്തുകയാണെന്നുള്ളതാണ് രസം. തന്നെയുമല്ല, സെലൻസ്കിക്ക് ഇനി യാതൊരുവിധ ഇളവുകളും നൽകില്ല എന്ന് ട്രംപ് ഉറപ്പിച്ച് പറയുകയാണ്. നിങ്ങൾക്കിനി യുദ്ധം ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങൾ ആയുധം തരാം, പക്ഷേ ആയുധത്തിന് കൃത്യമായ പണം നൽകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ആയുധം വയ്ക്കും. അതല്ലാതെ അമേരിക്ക സഹായിച്ച് റഷ്യയെ ആക്രമിക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും കണക്ക് കൂട്ടണ്ട എന്ന് ട്രംപ് തറപ്പിച്ച് പറയുകയാണ്. പക്ഷേ സെലൻസ്കിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഇത്രയും നാണം കെട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം. റഷ്യ പോലെ അതിശക്തമായ ഒരു രാജ്യവുമായി യുദ്ധം ചെയ്ത് ഹീറോ കളിച്ച് നടന്ന ഈ സെലൻസ്കി വെറും സീറോ ആയി മാറുന്നതിലും നല്ലത് മരിക്കുന്നത് തന്നെയാണ്. അങ്ങനെ സ്വയം മരിക്കുന്ന ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് അയാളിപ്പോൾ ട്രംപിൻ്റെ കാല് പിടിക്കാൻ അമേരിക്കയ്ക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഒരു കാരണവശാലും ട്രംപ് ഈ സെലൻസ്കിക്ക് വഴങ്ങുന്നില്ല. ഈ ട്രംപ് സെലൻസ്കിക്ക് വഴങ്ങാത്തതിൻ്റെ പ്രധാന കാരണം മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ട്രംപിൻ്റെ പേടി തന്നെയാണ്.
ട്രംപ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഈ പേടി ചുമ്മാതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് കാരണം ഈ സെലൻസ്കിയുടെ പിന്നിൽ നിന്നുകൊണ്ട് അമേരിക്ക വീണ്ടും റഷ്യയുമായി ഒരു പ്രശ്നം ഉണ്ടാകാനും അല്ലെങ്കിൽ ഏറ്റുമുട്ടാനും നിന്ന് കഴിഞ്ഞാൽ യുദ്ധം വളരെയധികം വലുതാകും എന്ന് അയാൾക്ക് ഉറപ്പാണ്. റഷ്യയ്ക്കൊപ്പം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി കൂടിയാൽ മറുപക്ഷത്ത് ഈ അമേരിക്കയുടെ ഒപ്പം അമേരിക്കയെ ആശ്രയിക്കുന്ന കുറച്ച് ചെറിയ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ബോധം ഈ ട്രംപിന് നന്നായുണ്ട്. അതിനെ നമ്മൾ വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ റഷ്യയുടെ ഭാഗത്ത് അതിശക്തരായ ചൈന, കൊറിയ, ഇറാൻ, ചിലപ്പോൾ ഇന്ത്യ വരെ ഉണ്ടാകും. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ആയുധബലത്തിൽ സ്വയം പര്യാപ്തത നേടിയവരുമാണ്. പക്ഷേ അമേരിക്കയ്ക്കൊപ്പമുള്ള ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ ആശ്രയിച്ച് നിൽക്കുന്ന കുറേ രാജ്യങ്ങളാണ്. അവരെ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും അമേരിക്കയ്ക്ക് ഒരു യുദ്ധം മുന്നോട്ട് തുറന്നുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് ട്രംപിന് അറിയാം. അതുകൊണ്ട് ഒരിക്കലും ഒരു യുദ്ധവിജയം ഇവർ പ്രതീക്ഷിക്കേണ്ടി വരില്ല. കൂടാതെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ മിഡിൽ ഈസ്റ്റിലുള്ള ചില അമേരിക്കൻ താൽപ്പര്യങ്ങൾ നിലനിർത്താനും റഷ്യയെ ഇപ്പോൾ പിന്തുണയ്ക്കാതെ അമേരിക്കയ്ക്ക് തരമില്ല എന്നുള്ളതാണ് വസ്തുത. അമേരിക്ക റഷ്യയെ പിന്തുണച്ചു എന്ന് കരുതി ഇറാനെ വിട്ടുകൊണ്ട് റഷ്യ അമേരിക്കയ്ക്കൊപ്പം കൂടി ഇറാനോട് യുദ്ധം ചെയ്യാൻ നിൽക്കും എന്നൊന്നും അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഇറാനെ അടിച്ചു നിരപ്പാക്കാനൊന്നും റഷ്യ സമ്മതിക്കില്ല. കാരണം അവർ വളരെയധികം പഴക്കമുള്ള ഒരു സൗഹൃദം എന്നുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇറാനെ നിലം പരിശാക്കാൻ റഷ്യ ഒരിക്കലും കൂട്ടുനിൽക്കില്ല. പോരെങ്കിൽ തൊട്ടടുത്തുവാണല്ലോ. അമേരിക്ക ഇപ്പോൾ റഷ്യയുമായിട്ട് കൂട്ടുകൂടുന്നത് തരം കിട്ടിയാൽ ഇറാനെ ആക്രമിക്കാം, അതല്ലെങ്കിൽ ആ പദ്ധതി ഉപേക്ഷിക്കാം. എന്നാൽ അതിനു പകരം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് കുറച്ച് ആളാവാനും ഇസ്രായേലിന് ഇവിടെ എല്ലാം നിന്ന് ഇറങ്ങി കളിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയും തന്നെയാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനിടെ സെലൻസ്കി ചെന്നിട്ട് നമുക്ക് ഒരുമിച്ച് റഷ്യയെ ആക്രമിക്കാം എന്ന് പറഞ്ഞാൽ ട്രംപ് കാലുമടക്കി അടിച്ച് ഓടിക്കാഞ്ഞത് ഭാഗ്യം എന്ന് വേണം കരുതാൻ. സെലൻസ്കിയുടെ മുന്നിൽ ഇനിയുള്ളത് ട്രംപ് പറയുന്നത് കേട്ട് അനുസരിക്കുക എന്ന ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. ട്രംപിന്റെ ഭീഷണിയെ ഭയക്കൊന്നുമില്ല എന്ന് ഈ സെലൻസ്കി പത്രക്കാരോട് തട്ടിവിട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെറുതെയാണ്. ശരിക്കും അയാൾ ട്രംപിനെ ഭയന്ന് തന്നെയാണ് കഴിയുന്നത്. കാരണം അമേരിക്കയുടെ സഹായവും സൗഹൃദവും ഇല്ലാതെ ഒരിക്കലും അയാൾക്ക് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സെലൻസ്കി എത്ര കാല് പിടിക്കാനും തയ്യാറല്ല. പക്ഷേ ട്രംപ് അതിന് വഴങ്ങുന്നുമില്ല. ഈ ചരിത്രത്തിൽ ആശ്രിതർക്കും കാര്യസ്ഥർക്കും വലിയ മുതലാളിയുടെ മുന്നിൽ ഒറ്റ നിയമമേ ഉള്ളൂ. അതായത് തോർത്തഴിച്ച് കക്ഷത്ത് വെച്ച് ഏറാം മൂളി നിൽക്കുക എന്നൊരൊറ്റ നിയമം. ഈ സെലൻസ്കിയും ഇനി അത് തന്നെയാണ് ചെയ്യേണ്ടത്. അമേരിക്ക എന്ത് പറയുന്നുവോ അത് അനുസരിക്കേണ്ടതുണ്ട്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അത്രയും നേരത്തെ യുദ്ധം അവസാനിപ്പിച്ചാൽ ഉക്രൈന് അത്രയും ലാഭമായിരിക്കും. അതല്ലാതെ സ്വപ്നങ്ങൾ ഒരുപാടുള്ള ഈ ട്രംപ് എന്ന റിയൽ എസ്റ്റേറ്റുകാരനെ മുന്നിൽ ചെന്നിട്ട് കണ്ണീര് വീഴ്ത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി അഥവാ കരച്ചിൽ കൂടിയാൽ ഈ ഗസമോഹം ഏതാണ്ടൊക്കെ ട്രംപിൻ്റെ ഒന്നും ഇപ്പം പോയി നിൽക്കുകയാണ്. കാരണം ഗസ ഇനി പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ഏതാണ്ട് ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. കാരണം അവിടെ ഇപ്പം ഹമാസും അല്ലെങ്കിൽ അറബികളും പിടിമുറുക്കിയിരിക്കുകയാണ്. ഒരു വിധത്തിലും ഗസയെ അടുപ്പിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് ആ ഗസമോഹം അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് ഇനി അയാൾ നേരെ റഷ്യയെ കൂട്ടുപിടിച്ചിട്ട് ഉക്രൈനെ പിടിച്ചെടുത്തുകൊണ്ട് ഇനി അവിടെ ഈ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മറിച്ച് വിൽക്കാനെങ്ങാനാണ് പ്ലാൻ എന്ന് വന്നു കഴിഞ്ഞാൽ ഈ സെലൻസ്കിയുടെ കാര്യം കട്ടയും പടവും മടങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. ചിലപ്പം ഒരുപക്ഷെ ഇനി അടുത്ത ദിവസം ഇനി ട്രംപ് പറയാൻ പോകുന്നത് അതാണ്, ഞാൻ ഉക്രൈൻ പിടിച്ചെടുത്ത് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കും എന്നായിരിക്കും. അടിച്ചുമാകെ തള്ളിവിടുമല്ലോ. അപ്പം അതിനും മടിയൊന്നുമില്ല. ഈ ട്രംപിനെ സംബന്ധിച്ച് അങ്ങനെ പറയാനൊന്നും മടിയൊന്നുമില്ല. അത് നീതിയോ നിയമമൊന്നും ഒക്കെ പ്രശ്നമല്ല, പറഞ്ഞു വിടുക അത്ര തന്നെ. അപ്പം ഇനി സെലൻസ്കി ഇനി അത് മാത്രം ഒന്ന് ഭയന്നാൽ മതി. ഇനി അമേരിക്കയും റഷ്യയും കൂടെ കൂടിയിട്ട് ഇനി ഉക്രൈൻ എങ്ങാനും പിടിച്ചെടുത്ത് വല്ല ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമോ എന്നുള്ള ഒരു ഭയം മാത്രം ഇനി ഈ സെലൻസ്കി മനസ്സിൽ കൊണ്ടു നടന്നാൽ മതി. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.